വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി. കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഇരുട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പറ പുറപ്പെട്ടു. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ കൈമലർത്തി വനം മന്ത്രി. കെ വി അബ്ദുൽ ഖാദറിനെ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ശിവക്ഷേത്രത്തിൽ തെക്കേ ഗോപുരനട ഉയർന്നു. വാർത്തകൾ വിശദമായി. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി. മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത്. പ്രതി സമാനമായ 34 കേസുകളിൽ കൂടി പ്രതിയാണെന്നും പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യത ഉണ്ടെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. കുറ്റകൃത്യം ഗൗരവതരമെന്ന് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു. കുറ്റകൃത്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും. കേസിന്റെ ആഴം പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാവൂ. അന്വേഷണ സംഘത്തിന്റെ ആശങ്ക യുക്തിപരമെന്നും മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു. നിലവിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനമായിട്ടുണ്ട്. കണ്ണൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 34 കേസുകളാണ് കൈമാറിയത്. ഇതുമാത്രം 37 കോടിയുടേത് വരും. മറ്റു ജില്ലകളിലുള്ള പരാതികളും രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് തീരുമാനം. 15 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കും. കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു. കേന്ദ്ര സർക്കാർ നിയമമനുസരിച്ചുള്ള ബ്ലൂ എക്കണോമിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരം പദ്ധതികൾ പാടില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ നയമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കടലിൽ വെച്ചുണ്ടാകുന്ന മരണങ്ങളിൽ ഇടപെടാൻ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറാകുന്നില്ല. എന്നാൽ ഇത്തരം മരണങ്ങൾക്ക് സംസ്ഥാനം 5 ലക്ഷം രൂപ നൽകി വരുന്നു. അതേസമയം തീരമേഖല സേഫാണെന്ന് അദ്ദേഹം പറഞ്ഞു. തീരമേഖലയിൽ ഒരു വറുതിയുമില്ല. നിയമാനുസൃതമായ എല്ലാ സഹായങ്ങളും മത്സ്യഫെഡിന് നൽകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളിൽ അനുബന്ധ തൊഴിലാളികളായവർക്ക് ആരോഗ്യ പരിരക്ഷയും മറ്റ് പരിരക്ഷകളും നൽകും. സമാശ്വാസ പദ്ധതി അവതാളത്തിലെന്ന വാദം ശരിയല്ലെന്നും മന്ത്രി സജി ചെറിയാൻ സഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഇത് കാലത്തിനനുസരിച്ചുള്ള നയംമാറ്റമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇനിയും സ്വകാര്യ സർവകലാശാലകൾക്ക് അയിത്തം കൽപ്പിക്കേണ്ടതില്ല. SFIക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരുട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പറ പുറപ്പെട്ടു. ഇരുട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പറ പുറപ്പെട്ടു. ക്ഷേത്രത്തിൽ വൈകിട്ട് നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം കോമരം മുരളീധരൻ നായർ ഭഗവതിയെ തന്നിലേക്ക് ആവാഹിച്ച ശേഷം പറ പുറപ്പെട്ടു. പറപ്പുറപ്പാടിന് മുന്നോടിയായി ഡബിൾ തായമ്പക, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. 13-ന് വ്യാഴാഴ്ചയാണ് ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലാഘോഷം. വേല വരെയുള്ള ദിവസങ്ങളിൽ തട്ടകങ്ങളിലെ പറയെടുപ്പ് നടക്കും. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ കൈമലർത്തി വനം മന്ത്രി. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ കൈമലർത്തി വനം മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണങ്ങൾക്ക് എന്ന് അറുതി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എല്ലായിടത്തും ക്യാമറ വെച്ച് നിരീക്ഷിക്കാനാകില്ല. മാൻ പവർ കൂടി ഉപയോഗിച്ച് മാത്രമേ വന്യജീവികളെ സ്പോട്ട് ചെയ്യാനാകൂ എന്നും മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. വന്യജീവികളെ നിലവിൽ വെടിവെക്കാൻ ഉത്തരവിടാൻ കാലതാമസം ഉണ്ടാകാറില്ല. വന്യജീവി ആക്രമണം എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയുമെന്ന് പറയാനാകില്ല. ബജറ്റ് ഫണ്ടും നബാർഡിന്റെ ലോണും ഉപയോഗിച്ച് പരമാവധി ശ്രമം നടത്തുന്നുണ്ടെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കെ വി അബ്ദുൽ ഖാദറിനെ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. KV അബ്ദുൽ ഖാദറിനെ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. കുന്നംകുളത്ത് നടക്കുന്ന സമ്മേളനമാണ് സ്ഥാനമൊഴിഞ്ഞ MM വർഗീസിന് പകരം പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. 3 തവണ ഗുരുവായൂർ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച KV അബ്ദുൽ ഖാദർ നിലവിൽ LDF ജില്ലാ കൺവീനറും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനും DYFI മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റുമാണ്. 46 അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ഇതിൽ 10 പേർ പുതുമുഖങ്ങളാണ്. KD ബാഹുലേയൻ, TT ശിവദാസൻ, TK സന്തോഷ്,
VA മനോജ് കുമാർ, MS പ്രദീപ് കുമാർ, NN ദിവാകരൻ, KS സുഭാഷ്, ഗ്രീഷ്മ അജയ് ഘോഷ്, KR ശ്രീലാൽ, UR പ്രദീപ് എന്നിവരാണ് കമ്മിറ്റിയിൽ ഇടം നേടിയ പുതുമുഖങ്ങൾ. നിലവിലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും 7 പേർ ഒഴിവായിട്ടുണ്ട്. AC മൊയ്തീൻ, NR ബാലൻ, PR വർഗീസ്, ബേബി ജോൺ, മുരളി പെരുന്നെല്ലി, MK കണ്ണൻ, MM വർഗീസ് എന്നിവരാണ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവായത്. സംസ്ഥാന സമ്മേളന പ്രതിനിധികളായി 32 പേരെയും സമ്മേളനം തിരഞ്ഞെടുത്തു. 1991 CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമായി KV അബ്ദുൽ ഖാദർ തിരഞ്ഞെടുക്കപ്പെട്ടു. 1997 മുതൽ ഏരിയ സെക്രട്ടറിയായി. തുടർന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗമായും സെക്രട്ടേറിയറ്റ് അംഗമായും മാറി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ്, BD വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1979 KSYF ബ്ലാങ്ങാട് യൂണിറ്റ് സെക്രട്ടറിയായാണ് രംഗത്തെത്തിയത്. DYFI ജില്ലാ പ്രസിഡന്റ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി എന്നീ ഭാഷകൾ അറിയാം. 1997 ജൂലൈയിൽ ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ നടന്ന 14ാം ലോക യുവജന സമ്മേളനത്തിൽ DYFI പ്രതിനിധി സംഘാംഗമായി പങ്കെടുത്തിട്ടുണ്ട്. റഷ്യ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. പ്രവാസ മേഖലകളിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി പേരെ രക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും നിരന്തരം ഇടപെടുന്ന പൊതുപ്രവർത്തകൻ കൂടിയാണ് KV അബ്ദുൽ ഖാദർ. ശിവക്ഷേത്രത്തിൽ തെക്കേ ഗോപുരനട ഉയർന്നു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനട നിർമ്മിക്കുന്നതിന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതി ലഭിച്ചതായി ശിവക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി ബിനു ചിറ്റേടത്ത് അറിയിച്ചു. ഗോപുരം നിർമ്മിക്കുന്നതിന് ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിയുടെ അനുവാദം നേരത്തെ ലഭിച്ചിരുന്നു. വാസ്തുവിദ്യ പ്രകാരം ഗോപുരം നിർമ്മിക്കാനുള്ള കണക്കുകൾ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി തയ്യാറാക്കുകയും ക്ഷേത്രത്തിലെത്തി അളവുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഗോപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേവന്റെ ഹിതം അറിഞ്ഞ ശേഷമേ നടപ്പുര പണിയാൻ പാടുള്ളൂ എന്ന് ഭക്തർ ആവശ്യപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിൽ എന്തു കാര്യം ചെയ്യുമ്പോഴും പ്രശ്നം നോക്കി ഭഗവാന്റെ സമ്മതമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെട്ടിരുന്നത്. നമസ്കാരം, എൻ്റെ പേര് ബിനു. നമ്മുടെ കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുതിയ ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി. നമുക്കിപ്പം നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് ആവശ്യമല്ലാത്ത കാര്യങ്ങൾ, അതായത് തെറ്റായ കുറച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. പല മാധ്യമങ്ങൾ വഴിയും പല വ്യാപാരികളും എല്ലാം ചേർന്ന് കുറച്ച് ഒരു തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതൊന്ന് തിരുത്തി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതായത് നമ്മുടെ ക്ഷേത്രത്തിലൊരു പുതിയ കവാടം വരാനായിട്ട് ഒരു നല്ല മനസ്സുള്ള ഒരാൾ അത് പണിത് തരാമെന്ന് നമുക്ക് വാക്ക് തന്നിരുന്നു. അതും പ്രകാരം നമ്മൾ എല്ലാം കൃത്യമായിട്ട്, അതായത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് കാണിപ്പയ്യൂരിൻ്റെ ലെറ്ററാണ്. കാണിപ്പയ്യൂരിൻ്റെ വന്ന് വാസ്തു കാര്യങ്ങളെല്ലാം നോക്കി അതിൻ്റെ വിധി പ്രകാരം ആളുടെ നിർദ്ദേശപ്രകാരമുള്ള ലെറ്ററാണിത്. അതുപോലെ തന്നെ തന്ത്രി, അതായത് ക്ഷേത്രത്തിൻ്റെ മുഖ്യ തന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ കത്താണിത്. അദ്ദേഹവും ഈ കവാടം വെക്കുന്നതിന് ഉള്ള അനുമതി കറക്റ്റ് എല്ലാ അളവും എല്ലാം തിട്ടപ്പെടുത്തിയിട്ടാണ് ഇത് തന്നിരുന്നത്. അദ്ദേഹം തന്നെ വന്ന് തന്നേക്കുന്ന സാധനമാണിത്, അതിൻ്റെ പ്ലാനാണിത്. എല്ലാം വിധിപ്രകാരം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇടയ്ക്കൊരു വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ ഒരു ആൾ പറയുന്നത് കേട്ടു, ഇത് എല്ലാം തന്നിഷ്ടപ്രകാരം ജനങ്ങളുടെ ഇഷ്ടമല്ലാത്ത രീതിയിൽ, അതായത് ഭക്തർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലും ഏവന് ഇഷ്ടമല്ലാത്ത രീതിയിലും നമ്മൾ ആരോടും ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിൻ്റെ പുറകിൽ നടന്ന ആൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം. കാരണം തന്ത്രി ഇവിടെ വന്ന്, ഈ തന്ത്രിയും വന്നു, നമ്മുടെ കാണിപ്പയ്യൂരും വന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുകയും ഈ വാതിൽ വരുന്നതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവുകയില്ലെന്നും എന്താണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് വാസ്തവത്തിൽ അറിയില്ല.
വ്യാപാരികളുടെ എന്തോ താല്പര്യം എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അറിയാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു വാതിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കൊണ്ട് മാലിന്യങ്ങൾ, അതുപോലെ മൂത്രം ഒഴിക്കുക, രാത്രി ഈ വെള്ളം അടിക്കുക അവിടെ ഇരുന്നിട്ട്, എന്നിട്ട് അതിൽ നിന്ന് ഉള്ള കുപ്പിയും ഇറച്ചി കഷ്ണങ്ങൾ അമ്പലത്തിലേക്ക് ഇടുക, ഇതൊക്കെയാണ് അവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റവും വരും. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു രാജവീതി പോലെ ആയേനെ. അതിന് തുരങ്കം വെക്കുന്ന നടപടിയാണ് ചില ആളുകൾ, ചില രാഷ്ട്രീയക്കാരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ കുറ്റം പറയുമല്ല, അവരവരുടെ ധർമ്മം ചെയ്യുന്നു, അവർ ചെയ്യട്ടെ, കുഴപ്പമില്ല. അവരുടെ അടുത്ത് ആരെങ്കിലും പരാതിയായിട്ട് ചെന്നിട്ടുണ്ടാവും, അതൊക്കെ ആയിരിക്കാം. എന്തോ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഈ കാണിച്ച രേഖകളെല്ലാം കൃത്യമാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ദേവസ്വം ബോർഡിൻ്റെ അനുമതിയുണ്ട്, തന്ത്രിയുടെ അനുമതിയുണ്ട്, ഈ പറയുന്ന കാണിപ്പയ്യൂരിൻ്റെ അനുമതിയുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഈ പറയുന്ന പണിത് തരാമെന്ന് പറഞ്ഞ ആൾ തന്നെ കാശ് കൊടുത്ത് ഇത് അവർക്ക് വേണ്ട ഫീസും കൊടുത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുള്ളതാണ്. പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം. എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. വാർത്തകൾ തുടരുന്നു. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കാപ്പാട് ഉന്നതിയിലെ ചന്ദ്രികയുടെ ഭർത്താവ് മനുവാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കാപ്പാട് ഉന്നതിയിലേക്ക് വിരുന്നിനെത്തിയ ഇരുവരും ബസ്സിറങ്ങി നടന്നു വരവെയാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് വിവരം. വീടിനടുത്ത വയലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മനുവിന്റെ മൃതദേഹം കിടന്നതിന് സമീപം കാട്ടാനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ 45-കാരിയായ സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് അടുത്ത സംഭവം. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പെരുവന്താനത്തിന് സമീപം മദമ്പ കൊമ്പപ്പാറയിലാണ് സോഫിയ ഇസ്മയിലിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. TR&T എസ്റ്റേറ്റിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. കുളിക്കാനായി വീടിന് സമീപത്തെ അരുവിയിലേക്ക് പോയ സോഫിയയെ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ഏറെ നേരമായിട്ടും സോഫിയയെ കാണാത്തതിനെ തുടർന്ന് മകൻ അന്വേഷിച്ചു ചെന്നപ്പോൾ അരുവിക്ക് സമീപം ആനയുടെ ചവിട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം, ശിവരാത്രി എന്നീ ആഘോഷങ്ങളുടെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം, ശിവരാത്രി എന്നീ ആഘോഷങ്ങളുടെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. ഡോക്ടർ കെ നാരായണൻ, വി അനിരുദ്ധൻ എന്നിവർ ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ നടക്കുന്ന കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും കാഴ്ചക്കാരായി ആരും പുറത്തു നിൽക്കാതെ എല്ലാവരുടെയും സഹകരണം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വയ്ക്കാനുള്ളത്. എല്ലാ ജനങ്ങളും എല്ലാവരും ഈ കാഴ്ചക്കാരായി പുറത്തു നിന്ന് നേരെ നോക്കി നിൽക്കുന്നതിന് പകരം എല്ലാവരും ഇതിന് സഹകരിക്കണം, എല്ലാവരും ഇതിന് തുണ്ടാവണം, എല്ലാവരും സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നമശിവായ. ശിവക്ഷേത്രത്തിൽ ഓരോ കൊല്ലം ചെല്ലും തോറും ഗംഭീര പരിപാടികളാണ് വരുന്നത്. ഇക്കൊല്ലം ഗോകുലിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പരിപാടികൾ ഇപ്രാവശ്യം ഇവിടെ അരങ്ങത്തുണ്ട്. ദേവസ്വം ഓഫീസറും എല്ലാവരും ജനങ്ങളുടെ ഒക്കെ സഹകരണത്തോടു കൂടിയിട്ട് എല്ലാത്തിനും വടക്കാഞ്ചേരി മർച്ചൻ്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും. ദേവസ്വം ഓഫീസർ KS മഞ്ജുഷ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് PN ഗോകുലൻ, സെക്രട്ടറി ബിനു ചിറ്റേടത്ത്, അജിത് കുമാർ മല്ലയ്യ, PN രാജൻ, PS സുധീഷ് ബാലചന്ദ്രൻ, AS ഹേമലത ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുവിന്റെ ഭാര്യ ചന്ദ്രികയെയും കാണാനില്ലെന്ന് IC ബാലകൃഷ്ണൻ MLA. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുവിന്റെ ഭാര്യ ചന്ദ്രികയെയും കാണാനില്ലെന്ന് IC ബാലകൃഷ്ണൻ MLA. തമിഴ്നാട്ടിൽ നിന്നും കാപ്പാട് ഉന്നതിയിലേക്ക് വിരുന്നിനെത്തിയ മനുവിനൊപ്പം ഭാര്യയും ഉണ്ടായിരുന്നെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുവിന്റെ ഭാര്യയ്ക്കായി തിരച്ചിൽ നടത്തുകയാണെന്നും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. ബസ്സിറങ്ങി ഉന്നതിയിലേക്ക് നടന്നുവരുന്നതിനിടെയാണ് കാട്ടാനാക്രമണമെന്നാണ് വിവരം.
സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിലെ കാപ്പാട് ഉന്നതിയിലെ ചന്ദ്രികയുടെ ഭർത്താവ് മനുവിനെയാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വീടിനടുത്ത വയലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മനുവിന്റെ മൃതദേഹം കിടന്നതിന് സമീപം കാട്ടാനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. കുമരനെല്ലൂർ കരുവണ്ണ ശ്രീ വിഷ്ണു ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. കുമരനെല്ലൂർ കറുവണ്ണ ശ്രീ വിഷ്ണു ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പാലഞ്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ഉദയാസ്തമന പൂജ എന്നിവ നടന്നു. പള്ളിമണ്ണ കൃഷ്ണൻകുമാർ മാരാരുടെ നേതൃത്വത്തിൽ മേളവും അരങ്ങേറി. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി അനൂപ് കുട്ടഞ്ചേരി കാർമ്മികത്വം വഹിച്ചു. നാമജപ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമ പാരായണവും ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചെണ്ട മദ്ദള കേളിക്ക് കലാമണ്ഡലം മധു, കലാമണ്ഡലം വിവേക് എന്നിവർ നേതൃത്വം നൽകി. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് നജീബ് കാന്തപുരം MLAയുടെ നിയന്ത്രണത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നും വ്യാപകമായി പണം സമാഹരിച്ചു. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് നജീബ് കാന്തപുരം MLAയുടെ നിയന്ത്രണത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് വ്യാപകമായി പണം സമാഹരിച്ചു. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തിയായിരുന്നു ധനസമാഹരണം. 3.5 കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ തട്ടിപ്പ് സംഘത്തിന് കൈമാറിയത്. നജീബിന്റെ നാടായ കാന്തപുരത്ത് സൊസൈറ്റി യങ് മെൻസ് കാന്തപുരം എന്ന കൂട്ടായ്മയാണ് പണം വാങ്ങിയത്. MLAയുടെ സഹായി ഫസൽ വാരിസാണ് കൂട്ടായ്മ നിയന്ത്രിച്ചത്. 2 കൂട്ടായ്മകളും ചേർന്നാണ് കോടികൾ തട്ടിപ്പ് സംഘത്തിന് കൈമാറിയത്. കൊക്കെയിൻ ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികളെ വെറുതെ വിട്ടു. കൊക്കെയിൻ ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികളെ വെറുതെ വിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കേസ് എക്സൈസിന് ശാസ്ത്രീയമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് വിചാരണ കോടതിയുടെ നടപടി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കൊക്കെയിൻ ലഹരി കേസിലാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞത്. ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം കോഴിക്കോട് സ്വദേശി രേഷ്മ രംഗസ്വാമി, ബാംഗ്ലൂർ സ്വദേശി ബ്ലസി സിൽവസ്റ്റർ, കരുനാഗപ്പള്ളി സ്വദേശി ടിൻസി ബാബു, കോട്ടയം സ്വദേശി സ്നേഹ ബാബു എന്നിവരെയും കോടതി വെറുതെ വിട്ടു. 7 ഗ്രാം കൊക്കെയിനുമായി ഷൈൻ ടോം ചാക്കോ അടക്കം 5 പേരെയാണ് എക്സൈസ് റെയ്ഡിലൂടെ പിടികൂടിയത്. 2015 ജനുവരി 30-നായിരുന്നു കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിലെ എക്സൈസ് റെയ്ഡ്. ഒന്നാം പ്രതി രേഷ്മ രംഗസ്വാമി, 2ാം പ്രതി ബ്ലസി സിൽവസ്റ്റർ എന്നിവർ ഫോണിൽ പകർത്തിയ കൊക്കെയിൻ ദൃശ്യങ്ങൾ എക്സൈസ് തെളിവായി കണ്ടെത്തിയിരുന്നു. ഡിജിറ്റൽ തെളിവുകളുള്ള അപൂർവം കേസാണിതെന്നായിരുന്നു എക്സൈസ് നിലപാട്. കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോ 2 മാസത്തോളമാണ് റിമാൻഡിൽ കഴിഞ്ഞത്. കേസ് രജിസ്റ്റർ ചെയ്ത് 10 വർഷം പൂർത്തിയാകുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ആശ്വാസകരമായ വിധി പുറത്തുവന്നത്. 2018-ലാണ് എറണാകുളം 2ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. രാവിലെ പാലഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, പനിനീർ അഭിഷേകം, മലർ നിവേദ്യം, വിശേഷാൽ അലങ്കാരം, മഹാഗണപതി ഹോമം, ഉഷപൂജ, കാവടി പൂജ, വേദപാരായണം, ഗായത്രി ജപം, സുബ്രഹ്മണ്യ സഹസ്രനാമം, മഹാഭിഷേകം, അന്നദാനം എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി. കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഇരുട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പറ പുറപ്പെട്ടു. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ കൈമലർത്തി വനം മന്ത്രി. KV അബ്ദുൽ ഖാദറിനെ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ശിവക്ഷേത്രത്തിൽ തെക്കേ ഗോപുര നട ഉയർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.